1985 ജൂൺ 23 രാവിലെ 8:30 ലണ്ടൻ ഹീത്രൂ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന കനിഷ്ക എന്ന എയർ ഇന്ത്യയുടെ A182 വിമാനം രാവിലെ 7:15 അയർലൻഡിലെ ഷാനോൺ എയർപോർട്ടിലെ റഡാറിൻ്റെ പരിധിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയും 31,000 അടി ഉയരത്തിൽ ഒരു തീഗോളമായി പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്കായിരുന്നു വിമാനാവശിഷ്ടങ്ങൾ ചിതറിയത്. 329ഓളം ജീവനുകളായിരുന്നു ഈ ദുരന്തം അപഹരിച്ചത്. ഇതൊരു അപകടമായിരുന്നില്ല, മറിച്ച് ഇതൊരു ബോംബ് ആക്രമണമായിരുന്നു. അൽ-ഖ്വയ്ദ എന്ന ഭീകര സംഘടന നടത്തിയ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിനും ഏറെ മുൻപ് രൂപം കൊണ്ട ഖലിസ്ഥാൻ എന്ന ഇന്ത്യൻ ഭീകര സംഘടനയായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ. ഖലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന സിഖ് ഭീകരന്മാരുടെ ആവശ്യങ്ങളെ അടിച്ചൊതുക്കിയ ഇന്ദിരാഗാന്ധി 1984 നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സുവർണ ക്ഷേത്രത്തിലെ ഭീകരവേട്ടയുടെ ബാക്കിപത്രമായിരുന്നു കനിഷ്ക വിമാന ദുരന്തം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന ഭീകരവേട്ടയ്ക്ക് പകരം ചോദിക്കുവാൻ 2 ഓപ്പറേഷനുകളാണ് ഭീകരന്മാർ പ്ലാൻ ചെയ്തിരുന്നത്. ആദ്യത്തേത് എയർ ഇന്ത്യയുടെ A182 ബ്ലാസ്റ്റിങ്ങും രണ്ടാമത്തേത് ജപ്പാനിലെ നരിറ്റ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനിരിക്കുന്ന എയർ ഇന്ത്യയുടെ തന്നെ മറ്റൊരു വിമാനത്തിൽ നടത്താനിരുന്ന ബ്ലാസ്റ്റിങ്ങുമായിരുന്നു. എന്നാൽ ബോംബ് അടങ്ങിയ ലഗേജ് ലോഡ് ചെയ്യുന്നതിനിടയിൽ ബ്ലാസ്റ്റ് ആവുകയും ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ജാപ്പനീസ് പൗരന്മാർ കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത്. ഇനി എയർ ഇന്ത്യയുടെ A182 വിമാനത്തിലേക്ക് വരികയാണെങ്കിൽ ജൂൺ 22 രാത്രി 8:25 കാനഡയിലെ വാൻകോവർ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യേണ്ടിയിരുന്ന വിമാനത്തിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിനായി ബോംബുകളടങ്ങിയ 2 ലഗേജുകളുമായി എത്തിയ മജീന്ദർ സിംഗ് എന്ന ഇന്ത്യൻ കനേഡിയൻ സിറ്റിസൺ ചെക്ക് ഇൻ ഡെസ്കിൽ എത്തുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് ഓക്കെ അല്ലാത്തതിനാൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് തർക്കങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് കൺഫേം ആവുകയും തൻ്റെ 2 ബാഗുകളും ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം അദ്ദേഹം എമിഗ്രേഷനിലേക്ക് പോവാതെ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു. അങ്ങനെ ബാഗുകൾ മാത്രം ഇൻബോർഡ് ആവുകയും ബോംബുകൾ അടങ്ങിയ 2 ബാഗുകളുമായി കനേഡിയൻ സ്പെസിഫിക് എയർലൈൻ വിമാനം പറന്നുയർന്നു. എക്സ്റേ മെഷീൻ പ്രോപ്പറായി വർക്കാവാതിരിക്കുകയും സ്നിഫർ ടൂൾ ഉപയോഗിച്ചതിൽ പിഴവ് പറ്റിയതുമാണ് ഈ ബാഗുകൾ ചെക്ക് ഇൻ ആയത്. രാത്രി 8:25 ടൊറൻറ്റോയിലെത്തിയ വിമാനത്തിൽ നിന്നും സിംഗിൻ്റെ 2 ലഗേജുകൾ കണക്ഷൻ ഫ്ലൈറ്റായ എയർ ഇന്ത്യയുടെ A181 എന്ന ടൊറൻറ്റോ ബോംബെ ഫ്ലൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും രാത്രി 1 മണിയോടെ മോൺട്രിയോൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു. അവിടെ നിന്നും ഫ്ലൈറ്റ് നമ്പർ A182 ആയി അടുത്ത സ്റ്റോപ്പ് ഓവർ ഡെസ്റ്റിനേഷനായ ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിലേക്ക് പറന്നുയർന്നു. ജൂൺ 23 രാവിലെ 7:14 അയർലൻഡ് തീരത്തു നിന്നും 120 മൈൽസ് അകലെ വെച്ച് 31,000 അടി ഉയരത്തിലായിരുന്ന വിമാനത്തിൻ്റെ മുൻഭാഗത്ത് ചരക്ക് സൂക്ഷിച്ചിരുന്ന അറയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് തകർന്നു വീണു. കടലിലെ 6,700 അടി താഴ്ചയിലേക്ക് പോയ വിമാനത്തിൽ നിന്നും 132 മൃതശരീരങ്ങൾ മാത്രമേ കണ്ടെടുക്കാനായുള്ളൂ. ആകെ 329 ജീവനുകളാണ് ഈ സ്ഫോടനത്തിൽ പൊലിഞ്ഞത്. കനേഡിയൻ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും 5 മാസങ്ങൾക്ക് ശേഷം 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കനേഡിയൻ പൗരന്മാരായ തൻവീർ സിംഗ്, ഇന്ദ്രജിത് സിംഗ് എന്നിവരായിരുന്നു അവർ. ഇതിൽ തൻവീർ സിംഗിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും എന്നാൽ വേറൊരു കേസിൽ ഇയാളെ ഇന്ത്യൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടുകയും ഉണ്ടായി. രണ്ടാമത്തെ പ്രതി ഇന്ദ്രജിത് സിംഗ് കുറ്റം സമ്മതിക്കുകയും ഇദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്തു. കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ നിയമപോരാട്ടമാണ് ഈ കേസിൽ നടന്നത്. ഏകദേശം 20 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കായി ചിലവായത് 130 മില്യൺ കനേഡിയൻ ഡോളറാണ്. 2017 ഫെബ്രുവരി 16 ശിക്ഷാ കാലാവധി പൂർത്തിയായി അദ്ദേഹം ജയിൽ മോചിതനായി. അൽ-ഖ്വയ്ദ എന്ന ഭീകര സംഘടന പോലെ പടർന്നു പന്തലിക്കേണ്ടിയിരുന്ന ഖലിസ്ഥാൻ എന്ന ഭീകര സംഘടനയെ ഇന്ദിരാഗാന്ധി അടിച്ചൊതുക്കിയതിന് ഇന്ത്യക്ക് കൊടുക്കേണ്ടി വന്ന വിലയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണവും കനിഷ്ക ദുരന്തവും. താങ്ക് യു ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Bye.